ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് 220 ഡിമ്മിൻ്റെ ബൾബ് ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഇതെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. കണ്ടില്ലേ, ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പിന്നെ ബ്രൈറ്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഡിം ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് എങ്ങനെ നമുക്ക് വൈസറൊന്ന് ഫുൾ അയക്കാണ്ട് എങ്ങനെ സിമ്പിളായിട്ട് മാറ്റാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ സമയം കളയാണ്ട് രണ്ട് ടൂൾസ് മാത്രം മതി നമുക്ക് ഈ ഒരു ബൾബ് മാറ്റാണ്. 10ൻ്റെ ഡബിളിൻ്റെയോ റിങ്ങോ അല്ലെങ്കിൽ ഒരു സ്റ്റാറും, 2 സ്പാനറിൻ്റെ നമ്മൾ സിമ്പിളായിട്ട് ഈ ബൾബ് മാറ്റാം. നമ്മൾ നമ്പർ പ്ലേറ്റിന് തൊട്ട് താഴെ 2 സ്ക്രൂ വരും. ഈ പ്ലേറ്റിൻ്റെ നമ്പർ പ്ലേറ്റ് ക്ലാമ്പ്, ആ ക്ലാമ്പിൻ്റെ 2 സ്ക്രൂ 10ൻ്റെ ഒരു ബോൾട്ട് നമുക്ക് ഒരു ഊരി എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം, നമ്മളിവിടെ ബോക്സ് വെച്ചാണ് അയക്കുന്നത്. നിങ്ങളിൽ ബോക്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ഡബിളിൻ്റെയോ പിന്നെ സ്ക്രൂ ഡ്രൈവർ വെച്ച് റിങ്ങോ വെച്ച് അയച്ചാൽ മതി. ഇതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലൊരു ബ്രാക്കറ്റ് വരും, കണ്ടില്ലേ, ഒരു ബ്ലാക്ക് പട്ട വരും. ആ പട്ടേൻ്റെ 4 സ്ക്രൂ വരിക, ഒരു സൈഡിൽ 2 സ്ക്രൂ, ഒരു സൈഡിൽ 2 സ്ക്രൂ. നമ്മൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് ആ 4 ലൂസാക്കി എടുക്കണം. ലൂസാക്കി എടുത്താൽ നമുക്ക് ആ ഒരു ഫ്ലാപ്പും കൂടെ അയക്കാൻ കിട്ടും. അയക്കാൻ കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് പിന്നെ ബൾബ് നമ്മൾ കൈയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മാറ്റണം. അതുകൊണ്ട് കൂടുതലും ഈ ഒരു 220 ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് ഡിം ലൈറ്റ് ഇങ്ങനെ പോകലുണ്ട്. ഏത് നേരം ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് പുതിയ വണ്ടിക്കൊക്കെ ഒരു ഡിമ്മിലായിരിക്കും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക. അതിനെക്കൊണ്ടാണ് ആ ഒരു ബൾബ് പോകാൻ കാരണം. അല്ലാണ്ട് ഒരു കംപ്ലയിൻറ്റും അതുകൊണ്ടൊന്നുമല്ല വരുന്നത്. ഒരു 330 രൂപ 320 രൂപ റേഞ്ച് വരുന്നുണ്ട് ബൾബിന്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് ആ ഒരു ബൾബാണ് അവിടെ ഒരു സോക്കറ്റ് ബ്ലാക്ക് ഒരു കവറിങ് വരും അവിടെ സോക്കറ്റ്. ആ കവറിങ് കൊണ്ട് ഊരിയാൽ നമുക്ക് ആ ഒരു ബൾബോറിൻ്റെ പ്ലഗും കൂടെ ഊരാൻ കിട്ടും, 2 പ്ലഗ്. ആ ഒരു പിന്നെ ബ്ലാക്ക് ഒരു കപ്പ് ഉണ്ടാവും, കപ്പും കൂടെ പുറത്തേക്ക് ഊരിയിട്ട് നമ്മളിങ്ങനെ കാണിക്കാൻ പറ്റില്ല. അതിനെക്കൊണ്ടാണ് ആ കപ്പും കൊണ്ട് ഊരിയാണ്ടാവും. കപ്പ് ഊരി നമുക്ക് അതിൻ്റെ സോക്കറ്റ് 2 സോക്കറ്റ് ഉണ്ടല്ലേ, അതും കൊണ്ട് ഊരി എടുത്താൽ ആ ബൾബിലെ കണക്ഷൻ വേണം. ഇതാണെന്നതിന് ശേഷമാണ് നമ്മൾ ബൾബ് ഊരിൻ്റെ ബൾബ് ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആ ബൾബിൻ്റെ നേരെ മുകളിൽ നമുക്ക് 2 ലോക്ക് വരും. ആ ലോക്ക് ഊരണമെങ്കിൽ താഴോട്ട് പ്രസ് ചെയ്തിട്ട് സൈഡോട്ട് നീക്കിയാൽ സിമ്പിളായിട്ട് 2 ലോക്ക് നമ്മൾ ഊരാൻ കിട്ടും. ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കണ്ടോ അതിൻ്റെ ഒരു ബൾബിൻ്റെ ഫിലമെൻറ്റ് പോയത്. അത് ഡിം ലൈറ്റും പിന്നെ 2 ബൾബാണ് വരുന്നത്. നമ്മളെ പൾസറിലൊക്കെ ഒരു ഫിലമെൻറ്റിൽ തന്നെ 2 ബൾബ് വരും, പക്ഷേ ഇത് സെപ്പറേറ്റ് ആണ് വരുന്നത്. അതിനെക്കൊണ്ടാണ് 303 രൂപ റേഞ്ചോ വരുന്നില്ല കേട്ടോ. ഒറിജിനൽ ബൾബ് എന്നാണ് വാങ്ങിയിട്ട് നിങ്ങൾ ഒറിജിനൽ ബൾബ് എന്ന് വാങ്ങിയിട്ടാൻ നോക്കുക. ഇത് നമ്മൾ പുതിയ വണ്ടിയിലൊക്കെ കൂടുതലും ഈ ഒരു ബൾബ് ഇങ്ങനെ മാറ്റേണ്ട ഇത് കുറേ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കെന്നാൽ മാറ്റാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബറിന് ഒക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് വീട്ടിൽ നിന്ന് മാറ്റാനുള്ളൂ. പിന്നെ നിങ്ങൾ മാറ്റുമ്പോൾ എന്ന് വിചാരിക്കേണ്ടത് വെച്ചാൽ ഈ ബൾബ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ പുറത്തുനിന്ന് ഈ സോക്കറ്റിൽ 2 വെച്ച് നോക്കിയിട്ട് ബൾബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ട് ബൾബ് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ശേഷം മാത്രം നമ്മൾ അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് അയച്ച് ഇതായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ രണ്ടാമത് അയക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ബൾബൊന്ന് ചാവിയൊക്കെ ഓണാക്കിയിട്ട് ഡിമ്മും റൈറ്റും നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബൾബ് പോയതെന്നാണ്. ഇത് ഡിമ്മും റൈറ്റും ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ പിന്നെ ഇങ്ങനെ ഇടണമെന്ന് വെച്ചാൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ ആ വീഡിയോ ഇടുന്നതായിക്കിട്ടോ. ഓക്കെ, അതുകൊണ്ട് ആ ബൾബ് കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബൾബിൻ്റെ കംപ്ലയിൻ്റ്, ഓർഡറിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും അയക്കേണ്ടതുകൊണ്ട് അതുപോലെ നമ്മൾ അയച്ചപ്പോൾ എന്നാൽ മുകളിലോട്ട് ഫിറ്റ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് വെച്ചാൽ ബൾബിൻ്റെ മുകളിൽ ഒരു ടോപ്പിൽ ചെറിയൊരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻ്റ് നേരെ മുകളിലോട്ടാക്കി വെക്കണം, എന്നാലും ആ ഒരു ബൾബ് ബോട്ടിൽ കറക്റ്റായി ഇറങ്ങും. എന്നാലും നമുക്ക് ആ ലോക്ക് അയച്ച ലോക്ക് നമുക്ക് ഇടാൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബൾബിൻ്റെ മുകളിൽ ചെറിയൊരു ആരോ മാർക്ക് ഉണ്ടാവും, മുകളിലോട്ട് ഒരു കട്ടിങ് ഉണ്ടാവും. ആ കട്ടിങ് നേരെ മുകളിലോട്ടാക്കി വെക്കണം, എന്നാലും അതിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇറങ്ങും കേട്ടോ. അങ്ങനെ ശ്രദ്ധിക്കണം. എന്നതിന് ശേഷം ആ കറക്റ്റ് ഫിറ്റിങ്ങിൽ ഇറങ്ങിയാൽ ബൾബ് നല്ലോണം അതിൽ ഇറങ്ങി നിൽക്കും. എന്നതിന് ശേഷം അത് നമ്മൾ അയച്ചപ്പോൾ എന്നാൽ അതിൻ്റെ മുകളിൽ ലോക്ക് ഉണ്ടാവും. ലോക്കും കൂടി ഫിറ്റ് ചെയ്താൽ നമുക്ക് ഈ കണക്ഷൻ കൊടുത്തിട്ട് വർക്ക് ചെയ്യാം. നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ബൾബ് മാറ്റാം. നമുക്ക് അയക്കേണ്ടതില്ലേ, അങ്ങനെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല. ആ 2 ലോക്ക് ഉണ്ടല്ലേ, അപ്പോൾ ആ ലോക്കാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ ബൾബ് അവിടെ നിൽക്കും. അല്ലെങ്കിൽ ലോക്ക് ഇടാണ്ടൊക്കെ നിന്നാൽ ബൾബ് ചാടി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ലോക്ക് നിർബന്ധം കൊടുക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആ ബൾബിൻ്റെ മുകളിലൊന്ന് ചെറിയൊരു കട്ടിങ് ഉണ്ടാവും, ഒന്ന് ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. അത് നേരെ മുകളിലോട്ടാക്കിയാൽ കറക്റ്റ് നിൽക്കും. എന്നിട്ട് വേണം നമുക്ക് ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന കൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായി ഉള്ളിൽ നിന്നിടുന്ന ഒന്നും അയക്കാണ്ട് ഈ 2 സംഭവം മാത്രം അയച്ചിട്ട് മാറ്റാനുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിനെക്കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ആ ഒരു ലോക്ക് നമ്മൾ 2 സൈഡ് കണ്ടില്ലേ, ആ ലോക്ക് കുടുക്കി അതുപോലെ കുടുക്കിയിട്ടിട്ട് നേരെ കണ്ടോ ലെവലാണ് നിൽക്കേണ്ടത്. ഇതിന് ശേഷം നമുക്ക് ആ സോക്കറ്റ് ആ കണക്ഷൻ വരുന്ന ഒരു പിന്ന് ആ ഒരു ക്ലിപ്പിലേക്ക് ഇറക്കി കൊടുത്താൽ നമ്മളെ ആ ഒരു ബൾബ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇറക്കി കൊടുത്തിട്ട് വേണം അതിൻ്റെ ടോപ്പില്ല നമ്മൾ ഫസ്റ്റ് ഊരിയ ആ ഒരു ബ്ലാക്ക് ടോപ്പ് പ്രസ് ചെയ്ത് കൊടുക്കാൻ.
നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടൈം എടുക്കണം. ഒരു 10-20 മിനിറ്റൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഊരുകയാണെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും. എന്നാലും കുറച്ച് നല്ലോണം നോക്കി ഐഡിയ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റാൻ കിട്ടും. നമ്മൾ ഷോപ്പിലോ കൊണ്ടുവന്ന് നമ്മൾ 10-250 റുപ്യ റേഞ്ച് വാങ്ങുന്നുണ്ട് ഈ ഒരു ബൾബ് മാറ്റുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോട്ടെ വിചാരിച്ചാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ. നമ്മൾ സബ്സ്ക്രൈബറും പിന്നെ ഇതുവരെ ചാനൽ കണ്ടുകൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്നാണ് നമ്മൾ ഈ ചാനലിൽ ഇടുക. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഇനി വീണ്ടും വീഡിയോ എടുക്കാനും ഇടാനുള്ള ഒരു ഊർജ്ജം. അതുകൊണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് മുന്നോട്ട് കൂടെ വരിക. ഓക്കെ, അതുപോലെ കണ്ടോ ഇത് ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്താൽ സംഭവം ഇതായി ഇതിന് നമ്പർ പ്ലേറ്റും നമ്മൾ ഫീൽഡും കുടിക്കാൻ മതി മുകളിൽ വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് കാണിച്ചു തരാം. രണ്ട് കറക്റ്റ് അല്ലേ നോക്കി നോക്കുക. നമ്പർ പ്ലേറ്റും പിന്നെ ഷീൽഡും കൊടുക്കുന്ന പിന്നെ ഓക്കെ രണ്ടും റെഡി ആയിരിക്കുന്നത്. അന്ന് ഇത്രേ പണിയുള്ളൂ നമ്മളെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിം ലൈറ്റ് വർക്ക് മാറ്റണമെങ്കിൽ. പക്ഷേ ബ്രൈറ്റ് മാറ്റണമെങ്കിൽ നമുക്ക് മുകളിലത്തെ ഒരു പാനൽ അയക്കണം. കൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി.